ഇപ്പോൾ ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഒരു ദേശീയ നേതൃത്വത്തെയൊക്കെ കുറച്ചുകൂടി അടുത്ത് ഇടപഴകേണ്ട ഒരു സാഹചര്യം വന്നു. പക്ഷേ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം വരുമ്പോൾ ഒരു വിശാല ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയത്തെ പ്രതിഫലിപ്പിക്കാൻ തീരെ കഴിയാത്തവരായി മാറിയിരിക്കുകയാണ്. അത് ഇവിടെ കേരളത്തിൽ ഈ ഒന്നിടവിട്ട് ഭരണമാറ്റം ഉണ്ടാവുക എന്ന് സംഭവിച്ചു പോകുന്നതാണ്. എന്നാൽ ഇപ്പോഴാണ് അതിനൊരു മാറ്റം വന്നുകൊണ്ട് ഒരു ഭരണ തുടർച്ചയുണ്ടായത്. അത് കോൺഗ്രസിനെയും മുസ്ലിം ലീഗിനെയൊക്കെ വല്ലാതെ തളർത്തിക്കളഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കറിവുണ്ടാവും, കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് മുമ്പ് തന്നെ ആരെല്ലാം ഏതെല്ലാം വകുപ്പുകൾ ഏറ്റെടുക്കണം UDF-ൽ ഉദ്യോഗസ്ഥന്മാരെ, IAS ഉദ്യോഗസ്ഥന്മാരെയും പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥന്മാരെയും എവിടെയൊക്കെ നിയമിക്കണം തുടങ്ങിയതിൻ്റെ ഒരു ചാർട്ട് തയ്യാറാക്കി വെച്ചിരുന്നു എന്നാണ് വിശ്വസനീയമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ജനങ്ങൾ അവരുടെ രാഷ്ട്രീയ ബുദ്ധിയിലും പക്വതയിലും ഈ പറഞ്ഞ കോൺഗ്രസും UDF-ഉം കൂടി ചർച്ച ചെയ്തുണ്ടാക്കിയ കരട് അധികാരമേറ്റെടുക്കൽ പദ്ധതി അത് അട്ടിമറിച്ച് കളഞ്ഞു ജനങ്ങൾ. ഇനിയും 2026 നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോഴും ഇതുപോലെ സംഭവിക്കാമോ എന്നൊരാശങ്ക അവർക്കുണ്ട്. ഭരണ തുടർച്ചയ്ക്ക് ഒരു തുടർച്ച ഉണ്ടായേക്കും എന്ന സ്ഥിതിയുണ്ട്. ഭരണ തുടർച്ചയ്ക്ക് തുടർച്ച ഉണ്ടായിക്കഴിഞ്ഞു എന്ന് പല സുഹൃത്തുക്കളും പറയുന്നുണ്ട്. എനിക്ക് വളരെ സന്തോഷമുള്ളതാണ് അങ്ങനെയാണ്. പക്ഷേ ഭരണ തുടർച്ചയ്ക്ക് തുടർച്ച ഉണ്ടാകണമെങ്കിൽ അതുണ്ടാകാൻ വേണ്ടിയിട്ടുള്ള ശ്രദ്ധയാപൂർവമായിട്ടുള്ള പ്രവർത്തനം, ജാഗ്രതയോടുള്ള പ്രവർത്തനം, ജനങ്ങളുമായിട്ടുള്ള ബന്ധം കാത്തുസൂക്ഷിച്ചുകൊണ്ടുള്ള ഇടപെടലുകൾ, ഒരു കാര്യത്തിലും കൈത്തെറ്റുണ്ടാകാതെ മുന്നോട്ട് പോകാനുള്ള ശുഷ്കാന്തി, ഇതെല്ലാം പുരോഗമന ശക്തികൾക്ക് ഉണ്ടാവും എന്നെനിക്ക് ഉറപ്പുണ്ട്. ഉണ്ടാവണമെന്നുള്ള ജാഗ്രത നമുക്ക് വേണം. പക്ഷേ UDF-നെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ തവണ സംഭവിച്ചതുപോലെ തന്നെ ഇനിയും സംഭവിക്കാമോ? 2026 ഈ വെള്ളത്തിൽ വീണ പൂച്ചയ്ക്ക് ഏത് വെള്ളം കാണുമ്പോഴും, അപ്പം ഒരു തവണ ഈ അബദ്ധം സംഭവിച്ചതുകൊണ്ട് ഇനിയും അതുപോലെ സംഭവിക്കാം. കാരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വം വളരെ കരുത്തുറ്റൊരു നേതൃത്വമാണ്. ആ ഗവൺമെൻറ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ജനങ്ങളുടെ മുമ്പിലുണ്ട്. ഈ ദേശീയപാത വികസനം അതെല്ലാവരും കാണുന്നതല്ലേ. അപ്പോൾ അത് കേന്ദ്ര ഗവൺമെൻറ്റാണെന്ന് പറയാൻ പറ്റുമോ? ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തും ചെയ്യാത്ത പോലെ ദേശീയപാത വികസനത്തിന് ഭൂമി ഏറ്റെടുക്കാനുള്ള പണം കേരളത്തിലെ പിണറായി വിജയൻ ഗവൺമെൻറ് പണം ചെലവിട്ട് ഭൂമി ഏറ്റെടുത്ത് കൊടുത്തുകൊണ്ടാണ് ഇത് കേരളത്തിൽ നടക്കുന്നതെന്നുള്ളത് കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി ഗഡ്കരിക്ക് തന്നെ സമ്മതിക്കേണ്ടി വന്നതാണ്, ജനങ്ങൾക്കറിയാം. അപ്പോൾ കേന്ദ്രത്തിൻ്റെ ഈ പദ്ധതി പോലും കേരളത്തിൽ നടപ്പാവുന്നത് പിണറായി വിജയൻ ഗവൺമെൻറ്റിൻ്റെ കാര്യക്ഷമത കൊണ്ടാണ്. ബാക്കി കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ ഇതിവരെ അങ്കലാപ്പിൽ എത്തിച്ചിട്ടുണ്ട് വലിയ തോതിൽ.